വെള്ളിത്തിരയെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ, ഇപ്പോഴത്തെ രാജികൾ എല്ലാറ്റിനും വഴിവെച്ചത് നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവവും അതിനു പിന്നാലെ പാർവതി തെരുവോത്തും രമ്യ നമ്പീശനും അടക്കമുള്ള നമ്മുടെ മലയാളത്തിലെ നടികൾ ദീദി ദാമോദരനും മറ്റും അംഗങ്ങളായ WCC എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് അവർ നടത്തിയ പോരാട്ടങ്ങളാണ്. നമ്മളെ വിധു വിൻസെന്റ് അടക്കമുള്ള സംവിധായിക, പാർവതി തെരുവോത്ത്, രമ്യ നമ്പീശൻ, ആദ്യഘട്ടത്തിൽ പ്രമുഖ നടിമാർ പലരും രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവർ എല്ലാവരും ഒന്നിച്ചാണ് മുഖ്യമന്ത്രിയെ കണ്ടതും സിനിമാ രംഗത്തെ ഇത്തരത്തിലുള്ള പീഡനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നടപടിയെടുക്കണമെന്നും അതിനൊരു കമ്മീഷൻ വേണമെന്നും ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഉത്തരവിട്ടത്. പക്ഷെ ആ കമ്മീഷൻ പിന്നീട് കമ്മിറ്റിയായൊക്കെ മാറി, അത് വേറെ കാര്യം. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ചോദ്യം ചെയ്യപ്പെടാത്ത താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ആരോപണ വിധേയനായി രാജിവെച്ച സംഭവത്തോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെച്ച സംഭവത്തോടെ WCC നടത്തിവന്ന ഈ പോരാട്ടം ഏതാണ്ട് വിജയം കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രമുഖ നടിയായ രേവതി WCCയുടെ ആദ്യകാല സ്ഥാപക നേതാവാണ്. അപ്പോൾ രേവതി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇത് മാറ്റത്തിൻ്റെ ഒരവസരമാണ്. വരുന്ന തലമുറയ്ക്ക് സുരക്ഷിതമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണിത്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം. കാരണം ഇത് നാം നടത്തി വന്ന പോരാട്ടങ്ങളുടെ ഒരു വിജയമാണ്. അപ്പോൾ ഇരകൾക്ക് നീതി ലഭ്യമാക്കാനുള്ള ഈ അവസരത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് രേവതി പറഞ്ഞത്. അപ്പോൾ WCC ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് മാറ്റം അനിവാര്യമാണ്, സുരക്ഷിതമായ ഒരു തൊഴിലിടം ആണ് നമുക്ക് ആവശ്യം, ഉറപ്പാക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. അപ്പോൾ ജൂനിയർ നടിമാരും അതുപോലെ ചോദ്യം ചെയ്യാൻ ഉള്ള കഴിവില്ലാത്തവരുമായ സ്ത്രീകൾ പലരും അവർക്ക് പീഡകന്മാരോട് നോ എന്ന് പറയാൻ, വലിയ നടന്മാരോടും സംവിധായകന്മാരോടും നോ എന്ന് പറയാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഈ ശക്തിയെല്ലാം ഉണ്ടായിരുന്നവർ നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ പലതും ഒഴിവാക്കാമായിരുന്നു. പക്ഷേ എന്നാലും ഈ ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് പുതിയ തലമുറയ്ക്ക് വേണ്ടി, പുതിയ തലമുറയുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി ഒന്നിച്ചു മുന്നേറണം എന്നാണ് WCC ആഹ്വാനം ചെയ്തത്.